കുടുംബം തകർത്തി എന്റെ സർവ്വതും പിടിച്ചു വാങ്ങിച്ച് എന്റെ മക്കളെ എന്നെ വേർപെടുത്തി വിടാൻ മധ്യസ്ഥ വഹിച്ച ഉമ്മൻചാണ്ടി ആ മര്യാദകേടിന് മറുപടി പറയണ്ടേ? പറയണ്ടെന്ന് വിചാരിച്ച വായിൽ വിരലിട്ടാൽ കടിക്കാത്ത ആരുമില്ല. അത് ഓർത്താ നല്ലത്. വായിൽ വിരലിടരുത്. ഞാൻ പഴയ കഥകളൊക്കെ പറയും. എന്റെ കുടുംബം തകർത്ത് എന്റെ മക്കളെയും എന്നെയും വഴിയാധാരമാക്കി രണ്ടു വഴിക്കാക്കിയ ദുഷ്ടത്തരത്തിന് ഉമ്മൻചാണ്ടി മറുപടി പറയും. ഉമ്മൻചാണ്ടിയുടെ മകൻ മറുപടി പറയും. ഓക്കെ, അപ്പൊ നിന്റെ ഭാര്യ വന്നിട്ട് ഇപ്പൊ പറഞ്ഞതോ? ഇതൊരു 2 ആഴ്ച മുമ്പുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. 2 ആഴ്ച മുമ്പ് ഉമ്മൻചാണ്ടിയുടെ മോനെതിരെ സംസാരിച്ച ഒരു നാണവമാനം ഇല്ലാതെ ഇപ്പൊ നിന്റെ ഭാര്യ വന്നിട്ട് നിന്നെക്കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞെന്ന് വല്ലതും അറിയാവോ? അത് പിന്നെ ഓക്കെ, നൈസായിട്ട് അമ്മച്ചി അങ്ങ് പ്ലേറ്റ് അങ്ങ് മാറ്റി. അതിന്റെ റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? അതിന്റെ റീസൺ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. ഞാൻ ആ ന്യൂസ് ഒന്ന് നിങ്ങൾക്ക് വെച്ച് തരാം. അവർക്ക് 18ന്റെ പണി കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിലാണ് രണ്ടുപേരും അതങ്ങ് ഒതുക്കിയത്. രണ്ടുപേരും ഇപ്പോഴും 2 തട്ടൊക്കെ തന്നെയാണ്. അവരുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നു, ഇവൻ്റെ ലൈഫ് എൻജോയ് ചെയ്യുന്നത്. പക്ഷേ ജനങ്ങൾ മണ്ടന്മാരല്ല. ഈ ഒരു വീഡിയോ നിങ്ങളങ്ങോട്ട് കാണുക. ഈ ഒരു വീഡിയോ മൊത്തം ഇരുന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരും സബ് ചെയ്യുന്നില്ല. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ എല്ലാവരും ഒന്ന് സബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. ഇയാളെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ആർക്ക് സപ്പോർട്ട് ചെയ്യും? രാഹുലിനോ ഗണേശനോ? അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. രാഹുലിനെ ഇഷ്ടപ്പെടുന്നവർ മസ്റ്റായിട്ടും ലൈക്ക് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. ലൈക്ക് ചെയ്യുന്ന കൂട്ടത്തെ ഹൈപ്പും കൂടെ ഒന്ന് ചെയ്തേക്കുക. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദു മേനോൻ CEO ആയ കമ്പനിക്ക് അനധികൃത വ്യാപാര കരാർ. കേരാഫെഡ്, മിൽമ തുടങ്ങിയ സഹകരണ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിദേശത്ത് വിപണനം ചെയ്യാനുള്ള കരാറാണ് നടപടിക്രമങ്ങൾ പാലിക്കാതെ നൽകിയിരിക്കുന്നത്. ടെൻഡർ വിളിക്കാതെയും താൽപര്യപത്രം ക്ഷണിക്കാതെയുമുള്ള ഈ നീക്കത്തിനെതിരെ ശക്തമായ ആരോപണമാണ് ഉയർന്നത്. സർക്കാർ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി നടത്തിയ ഈ കരാറിനെതിരെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നും വലിയ വിമർശനവും ഉയർന്നു. വിവരങ്ങളുമായി ശിവദാസ് കലമനം ചേർന്നു. ശിവദാസ്, ഇപ്പോൾ ഗതാഗതം മനസ്സിലായോ കാര്യം എന്താണ്? ഇപ്പം ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. കറക്റ്റ് കാര്യങ്ങളും ഫയലും ഒന്നും നീക്കാതാണ് ചേച്ചി അവിടെ ബിസിനസ് നടത്തുകയൊക്കെ ചെയ്യുന്നത്. അവരവിടുത്തെ CEO ആണല്ലോ. അവർക്ക് നല്ല 18ന്റെ പണി കിട്ടുമെന്ന് അവർക്ക് നല്ല രീതിയിൽ അറിയാം. ഈ ന്യൂസും കാര്യങ്ങളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ പണി കിട്ടും. അതുകൊണ്ടാണ് പുള്ളിക്കാരി ഗണേശുമായിട്ട് ഒരു ഒത്തുതീർപ്പിൽ പോകാൻ ചെയ്തത്. ചിലപ്പോൾ ഇവൻ നല്ലത് കൊടുക്കും. ഇവൻ്റെ സ്വഭാവം അങ്ങനെ കൊടുത്താൽ കൊല്ലത്ത് കൊടുക്കുന്ന സ്വഭാവക്കാരാണ്. ഗണേശ് വെല്ലുവിളിച്ച് കാണും, നല്ല രീതി കാണും. അപ്പം മീഡിയ വന്നിട്ട് അറിയാലോ, മുമ്പത്തെ ദിവസം എന്തൊക്കെയാണ് പറഞ്ഞത്? അയാൾ മറ്റൊരു സ്ത്രീയുടെ ഓളെ അത് ചെയ്തു, ഇത് ചെയ്തു, മറ്റേ ഇത് ഞാൻ കണ്ടു, അതിൻ്റെ വിഷ്വൽസ് എല്ലാം ഉണ്ട്. പിന്നെ പിറ്റേ ദിവസം വന്നിട്ട് പറഞ്ഞത് 5000 സ്ത്രീകളുടെ പേര് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം കൊണ്ട് പറഞ്ഞു പോയത്. എനിക്ക് എൻ്റെ ഗണേശ് ഏട്ടനില്ലാതെ ജീവിക്കാൻ വയ്യ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, തെരുവിലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്, ഇതിനേക്കാളും അന്തസ്സുണ്ട് തെരുവിൽ നിൽക്കുന്ന സ്ത്രീകൾ. ഇതിനെക്കാളും അന്തസ്സുണ്ട്. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ഒരു നാണവമാനമില്ലാത്ത വർഗ്ഗങ്ങൾ. ഓക്കെ, ബാക്കിയും കൂടെ വെക്കാം. KB ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദു മേനോൻ CEO ആയ കമ്പനിക്ക് അനധികൃതമായ ഒരു വ്യാപാര കരാറാണ് നൽകിയിരിക്കുന്നത്. കേരഫെഡും മിൽമയും തുടങ്ങിയ സഹകരണ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിദേശത്ത് വിപണനം ചെയ്യാനുള്ള ഈ കരാർ ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെ നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങൾ. കരാർ നൽകുമ്പോൾ, പ്രത്യേകിച്ച് സർക്കാരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഒരു കരാർ നൽകുമ്പോൾ അതിൽ കൃത്യമായി തന്നെ പല രീതിയിലുമുള്ള മാനദണ്ഡങ്ങൾ ഉണ്ട്. കൃത്യമായി ടെൻഡർ നടപടികൾ വിളിക്കണം. അതോടൊപ്പം തന്നെ ഈ വ്യത്യസ്ത കമ്പനികളുണ്ട്, അവരുടെ ക്വാളിറ്റിയും അതോടൊപ്പം തന്നെ ആ കമ്പനികളുടെ മുൻ അവസ്ഥകളെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുക. പക്ഷെ ഈ രീതിയിലുള്ള മാനദണ്ഡങ്ങളെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദു മേനോൻ CEO ആയിരിക്കുന്ന കമ്പനിക്ക് വ്യാപാര കരാർ നൽകിയിരിക്കുന്നത്. സർക്കാരിന്റെ സഹകരണ സ്ഥാപനങ്ങളായ കേരഫെഡ്, അതോടൊപ്പം തന്നെ മിൽമ എന്നീ സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വ്യാപാര കരാറാണ് നൽകിയിരിക്കുന്നത്. വിദേശത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള സാധനങ്ങൾ അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യാപാര കരാർ ആണ് നൽകിയത്. 2024 ഇത്തരത്തിലുള്ള ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അതായത് ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, ദുബായ് അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് മിൽമയുടെയും കേരഫെഡിന്റെ വെളിച്ചെണ്ണ അടക്കമുള്ള സാധനങ്ങളുടെയും കയറ്റുമതിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു കരാർ, അത് അത്തരത്തിലുള്ള കരാർ ആണ് നൽകിയിരിക്കുന്നത്. മറ്റ് കമ്പനികളെ ഒന്നും തന്നെ ഏറ്റെടുക്കാതെ അല്ലെങ്കിൽ ആ മറ്റു കമ്പനികളെ ഒന്നും തന്നെ പരിഗണിക്കാതെ ഈ ബിന്ദു മേനോൻ CEO ആയ മിഡിൽ നൈറ്റ് സൺ ഗ്ലോബൽ എന്ന കമ്പനിക്കാണ് ഇത്തരത്തിലുള്ള ഒരു കരാർ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ഈ വിഷയങ്ങൾ പുറത്തു വരും എന്നുള്ള ഒരു ഭയം കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം KB ഗണേഷ് കുമാറിനെതിരെ വാക്കുകൊണ്ട് പരാതികൾ നൽകിയെങ്കിലും അത് ഒരു രേഖാമൂലമുള്ള പരാതി നൽകാതിരിക്കാനുള്ള ഒരു കാരണം എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അതാണ് അതിന്റെ സത്യം. മനസ്സിലായോ? അവർ പേടിച്ചിട്ടാണ് അവസാനം അവരിങ്ങനൊരു കാര്യത്തിലോട്ട് വന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു സ്ത്രീ ഇത്ര ബോൾഡായിട്ട് A to Z കാര്യങ്ങളെല്ലാം
വിളിച്ച് പറഞ്ഞിട്ട് അവസാനം വന്നിട്ട് വാക്കുമാറ്റാന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ശ്രീരേഖ IPS വിളിച്ചു, IPS വിളിച്ചിട്ട് അവരോടും കുറെ കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയൊക്കെ ചെയ്ത്. പിന്നെ ഗണേഷ് കുമാറിന്റെ തുടക്കം ഒരു ഇന്റർവ്യൂ വെച്ചിട്ടുണ്ടല്ലോ ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറയുന്നതിൻ്റെയൊക്കെ. നിന്റെ ഭാര്യ വന്നിട്ട് പറയുന്ന ഓരോ കാര്യങ്ങൾ കേട്ടില്ലേ? കഷ്ടം. ഇപ്പൊ വന്നിട്ട് ഇതാണ് പറയുന്നത്, അധികാരവും പണവും എല്ലാം ഉണ്ടെങ്കിൽ പോലീസും കയ്യിലുണ്ടെങ്കിൽ എന്ത് തോന്നിയ ദിവസം നടക്കാം. എന്തിനും മന്ത്രിയുടെ ഭാര്യയ്ക്ക് വീട്ടിൽ ജീവിക്കാൻ പറ്റുന്നില്ല ഇല്ലേ? നമ്മൾ ചില പടത്തിലൊക്കെ കണ്ടിട്ടില്ലേ, ഓരോരുത്തന്മാരെയൊക്കെ വീട്ടിൽ കൊണ്ടുവരിക, കാച്ചുക, ഇത് ഭാര്യ കണ്ട് നിൽക്കുക. ഭാര്യ ഇങ്ങനെ കണ്ടിങ്ങനെ നിൽക്കും, എന്നിട്ട് വിടുക. ഇതൊക്കെ നമ്മൾ സിനിമയെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പുള്ളി ജീവിതത്തിൽ വന്ന് തകർക്കുവാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് അതിനേക്കാളും രസകരം. നമുക്കറിയാം മന്ത്രി KP ഗണേഷ് കുമാറിന്റെ മന്ത്രിപദം അടക്കം തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ചില വഴിവിട്ട കരാറുകൾ അത് പുറത്തു വരും എന്നുള്ള ഭയം കൊണ്ട് തന്നെ ഈ ഒരു വിഷയങ്ങളും അല്ലെങ്കിൽ രേഖാമൂലമുള്ള ഒരു പരാതി ഒന്നും തന്നെ ഗണേഷ് കുമാറിന്റെ ഭാര്യ നൽകിയിരുന്നില്ല. അതിന് കാരണം ഇത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ കൂടിയാണ്. എന്തായാലും ഈ വകുപ്പുകൾക്കുള്ളിലുള്ള ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ ഇത് വലിയ ചർച്ച ആയിട്ടുണ്ട്. ആ സമയത്ത് തന്നെ അവർ വലിയ രീതിയിലുള്ള എതിർപ്പുകൾ പറഞ്ഞിരുന്നെങ്കിലും അതൊന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു അഭിഗീത ഏകദേശം കഴിഞ്ഞ 2025 തന്നെ ടൺകണക്കിന് വസ്തുക്കൾ ഈ മിൽമയുടെയും കേരളത്തിന്റെയും വസ്തുക്കൾ തന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുകയും ചെയ്തിരുന്നു. എന്തായാലും വഴിവിട്ട ഒരു നീക്കം തന്നെയാണ്, അനധികൃതമായ വ്യാപാര കരാർ തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അമൽ, അത് തന്നെയാണ് ശിവദാസ്. ഇത്തരത്തിലൊരു വഴിവിട്ട നീക്കത്തിന് പിന്നിൽ എന്താണ് എന്നൊരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഉയർന്നത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഉണ്ടായ KP ഗണേഷ് കുമാറിന്റെ എതിരെയുണ്ടായ ആരോപണം, ആ ഒരു ആരോപണം അത്രയ്ക്കങ്ങ് രാഷ്ട്രീയ കേരളം കത്തിക്കയറുന്ന ആ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് അങ്ങ് വെള്ളമൊഴിച്ചില്ലാതാക്കിയതുപോലെ അങ്ങ് അടഞ്ഞുപോയി. കാരണം അതെ, ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമായിരുന്നെങ്കിൽ ഏതൊക്കെ രീതി പോയാനെ. ഇപ്പൊ മൊണാലിസ എന്ന് പറഞ്ഞ പെൺകുട്ടി രംഗത്ത് വന്നായിരുന്നല്ലോ, അവിടെ കല്യാണം കാര്യങ്ങളൊക്കെ പാർട്ടിക്കാർ ഇങ്ങനെ നടത്തി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പോലും ഈ ഗണേശന്റെ കേസ് ഒന്ന് ഒതുക്കാൻ വേണ്ടിയായിട്ടുള്ള രീതി പാർട്ടിയുടെ നീക്കമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ആ കേസ് ഇപ്പൊ മന്ത്രിയുടെ മെയിൻ ഗുണാണ്ടരമായിട്ടാണ് ശിവൻകുട്ടി, മണിക്കുട്ടി ഉള്ള പോത്തുകുട്ടികളെല്ലാം കൂടെ എല്ലാ സപ്പോർട്ടും കാര്യങ്ങളുമായിട്ടൊക്കെ ഇറങ്ങി തിരിച്ചല്ലോ പെൺകുട്ടിക്ക് വേണ്ടി. അപ്പം സോഷ്യൽ മീഡിയ മൊത്തം അതായിരിക്കും ചർച്ചാ വിഷയങ്ങൾ. ഇപ്പതേ അടക്കം നമുക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്ന് കേരള സ്റ്റോറി ഉണ്ടാക്കാനും ഈ പറഞ്ഞ ഗണേശനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി കാണിച്ചു കൂട്ടിയത് ഇപ്പൊ വേണ്ട കിടക്കുന്ന അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ ഇവന്മാരുൾപ്പെടെയാണെങ്കിൽ. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബരിമല വിഷയം എഴുതുക്കാൻ വേണ്ടി രാഹുലിനെ പിടിച്ചിട്ട്. പക്ഷെ ഗണേശന്റെ കാര്യമോ ഇതാണ്, അധികാരം ഉള്ളതും ഇല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം. രാഹുലും ഇവനും തമ്മിൽ അങ്ങനെയാണെങ്കിൽ ഒരു വ്യത്യാസവും ഇല്ല. രാഹുൽ പിന്നെ കല്യാണം കഴിച്ചിട്ടില്ലെന്നെങ്കിലും പറയാം. പുള്ളിക്കാരനോ 2 കെട്ടുകയും ചെയ്ത് എന്നിട്ട് പുള്ളിയുടെ മാറിയിട്ടില്ലെങ്കിൽ പിന്നെ ഞാനെന്തോ പറയാനാ. ഭർത്താവ് ഒരു പരാതിയില്ല, മാപ്പ് ചോദിച്ചു, തീർന്നു എന്നൊക്കെ പറഞ്ഞ് ആ വിവാദം അങ്ങ് കഴിഞ്ഞു. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ വാർത്ത വരുമ്പോൾ അതിന് ഈ ഒരു നീക്കത്തിന്, ഈ ഒരു വഴിവിട്ട നീക്കത്തിന് എല്ലാ നടപടികളും കാറ്റിൽ പറത്തിക്കൊണ്ട് നടത്തിയ ഈ ഒരു നടപടിക്ക് പിന്നിൽ എന്താണ് എന്നൊരു ചോദ്യം, ആ ചോദ്യത്തിന് പ്രസക്തി ഏറുകയാണല്ലേ? തീർച്ചയായും അത് തന്നെയാണ് അവൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. കാരണം നമുക്ക് രാഷ്ട്രീയ കേരളം വലിയ രീതിയിൽ തന്നെ ഓക്കെ ഇത് പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല. നമുക്ക് സോളാറിന്റെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, അതിലോട്ടൊന്ന് പോകാം. സോളാർ ഗൂഢാലോചന കേസിൽ മന്ത്രി KP ഗണേഷ് കുമാറിന് തിരിച്ചടി. കേസ് നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന ഗണേഷ് കുമാറിന്റെ ഹർജി കോടതി തള്ളി. രാഷ്ട്രീയ അധിഷ്ഠിത വിഷയങ്ങൾ കോടതി നടപടികളെ സ്വാധീനിക്കുന്നത് ശരിയല്ലെന്ന് കോടതി നിരീക്ഷിച്ചു. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കേസിന്റെ തുടർ നടപടികൾ നിർത്തിവെക്കണമെന്നായിരുന്നു ഗണേഷ് കുമാറിന്റെ ആവശ്യം. AV ജയശങ്കർ ചേരുന്നു. ജയശങ്കർ, എന്തൊക്കെ ജയിച്ചു കഴിഞ്ഞ അധികാരത്തിൽ ചെന്ന് കഴിയുമ്പോ എന്ത് തോന്നിയാസോ ആവാലോ, അപ്പൊ അതുവരെ നിർത്തി വെക്കണം. ബുദ്ധിമാനെ, ആൾക്കാരെ കയ്യിലെടുക്കാൻ ഇവനെ പോലെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. സത്യം പറയലോ, അതൊരു അപാര കഴിവാണ്. കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹർജി തള്ളിയത്. അതായത് റോഷ്നി, സോളാർ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട്, അതായത് സോളാർ കേസുമായി ബന്ധപ്പെട്ട് സരിത എസ് നായരുടെ ഇതുമായി ബന്ധപ്പെട്ട പരാതിയിലുള്ള പേജുകളുടെ എണ്ണമൊക്കെ കൂടുകയുമായി ബന്ധപ്പെട്ടാണ് ഈ കൊട്ടാരക്കര കോടതിയിൽ കേസ് നടക്കുന്നത്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ എന്തായാലും കോടതി ഗണേഷ് കുമാറിന്റെ ഹർജി തള്ളിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഹർജി തീരുമാനം എടുക്കുന്നതിൽ കോടതി പിന്മാറിയിരിക്കുന്നത്. അതായത് ഈ കേസിൽ വിചാരണ നിർത്തിവെക്കണമെന്നായിരുന്നു KP ഗണേഷ് കുമാറിന്റെ ആവശ്യം. അതായത് തെരഞ്ഞെടുപ്പ് കാലമാണ്, അതുകൊണ്ട് തന്നെ വലിയ തോതിൽ വിവാദങ്ങളിൽ പെടുത്താൻ, തനിക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു ഹർജി എന്നായിരുന്നു മന്ത്രി KP ഗണേഷ് കുമാറിന്റെ ഒരു കോടതിയിൽ നൽകിയിരിക്കുന്ന അദ്ദേഹം സമർപ്പിച്ച ഹർജിയിൽ പറഞ്ഞിരുന്നു. ഇക്കാര്യമാണ്, ഈ ഹർജിയാണ്
ഹർജിയാണ് ഇപ്പോൾ എന്തായാലും കോടതി തള്ളിയിരിക്കുന്നത്. രാഷ്ട്രീയ അധിഷ്ഠിത വിഷയങ്ങളിൽ കോടതി നടപടികളെ സ്വാധീനിക്കുന്നത് ശരിയല്ല എന്നാണ് കോടതി പറയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട ഗണേഷ് കുമാറിന്റെ ഹർജി കോടതി തള്ളുകയാണ്. കേസ് നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കണമെന്നായിരുന്നു ആവശ്യം. ഇത് അംഗീകരിക്കാനാകില്ല. എന്തായാലും സോളാർ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട ഈ ഹർജിയുമായി ബന്ധപ്പെട്ട നടപടികൾ കൊട്ടാരക്കര കോടതി തുടരുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഓക്കെ അപ്പൊ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായല്ലോ. ഇനി പ്രധാനപ്പെട്ട ഒരു സംഭവമുണ്ട്. ഉമ്മൻചാണ്ടിയുടെ മോനെ ഒന്ന് ഭീഷണിപ്പെടുത്തുന്ന നേരത്തെ ഒരു വീഡിയോ ആണ്. ഞാനൊന്ന് വെച്ച് തരാം. എന്റെ പൊന്നു മോനെ, മക്കളെ എന്നെ വേർപെടുത്തി വിടാൻ മധ്യസ്ഥ വഹിച്ച ഉമ്മൻചാണ്ടി ആ മര്യാദകേടിന് മറുപടി പറയണ്ടേ? പറയണ്ടെന്ന് വിചാരിച്ച വായിലിട്ടാൽ കടിക്കാത്ത ആരുമില്ല. ഉമ്മൻചാണ്ടിക്കെതിരെ അന്ന് ഈ പറയുന്ന ഗണേശന്റെ ആദ്യ ഭാര്യ കണ്ട് സംസാരിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഹെൽപ്പും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെയാണ് മറ്റാണ് മാടയാണ് കോടയാണെന്നും പറഞ്ഞിട്ടുള്ള രീതിയിലൊക്കെ. ഇവന്റെ തനി സ്വഭാവം അയാൾക്ക് അറിയാം. അയാളും കൂടെ ഇടപെട്ട് അയാൾ നാണം കടണ്ടാന്ന് കരുതിയിട്ട് മിണ്ടായിരുന്നേ. പിന്നെ ആ പാവത്തിനെ ചതിച്ചല്ലോ. ഇവന് സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സരിത എന്ന് പറഞ്ഞ ഒരുത്തിയെ കൊണ്ടുവന്നിട്ട് മാനത്തിന്റെ അതിന്റെ കൂടെ വില പറഞ്ഞിട്ട് ആ പാവം പിടിച്ചവന്റെ അവസ്ഥ വെറും മോശമാക്കി കളഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം നിരപരാധി എന്ന് തെളിഞ്ഞത്. ഇവനൊക്കെ ഇപ്പോഴും ആൾക്കാർ പൂജിച്ചുകൊണ്ടിരിക്കുക. കാരണം അങ്ങനെ വരത്തുള്ളൂ. ഇവിടുത്തെ ജനങ്ങൾ മണ്ടന്മാരാണല്ലോ. അതുകൊണ്ട് ഞാൻ കുറെ ആൾക്കാരുണ്ട്, മണ്ടറായിട്ടുള്ള കുറെ ആൾക്കാർ. ഇനിയെങ്കിലും ഒന്ന് ബോധം ഉദിക്കുന്നത് നല്ലതാണ്. ഇവറ്റകളെ വളർത്താതിരിക്കുക. ഓർത്താ നല്ലത്. വായിൽ വിരലിടരുത്. ഞാൻ പഴയ കഥകളൊക്കെ പറയും. എന്റെ കുടുംബം തകർത്ത് എന്റെ മക്കളെ എന്നെയും വഴിയാധാരമാക്കി രണ്ടു വഴിക്കാക്കിയ ദുഷ്ടത്തരത്തിന് ഉമ്മൻചാണ്ടി മറുപടി പറയും. ഉമ്മൻചാണ്ടിയുടെ മകൻ മറുപടി പറയും. മേലിൽ ഇത് പറയരുത്. പറഞ്ഞാൽ ഡേഞ്ചറസ് ആയിരിക്കും. എനിക്കും പറയാനുണ്ട് ചെയ്ത ചതികളൊക്കെ. ആരെയാ ചതിച്ചതെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കും. ഞാൻ ഇത്ര നാളും ഉണ്ടായിരുന്ന ആളാണ്. എന്നെ കൊണ്ട് പറയിക്കരുത്. അത് മാത്രമേ എനിക്ക് ചാണ്ടി ഉമ്മനോട് പറയാനുള്ളൂ. കള്ളം പറയുന്നതും കള്ളസാക്ഷി പറയുന്നതും. ഇലക്ഷൻ ആരെങ്കിലും സഹായിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് വന്നിറങ്ങിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി ജനങ്ങളെ കാണും. ഇത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ല. അന്ന് ചാണ്ടി ഉമ്മൻ രാഷ്ട്രീയത്തിലില്ല. ഞാൻ ഉമ്മൻചാണ്ടിയെ ചതിച്ചു എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടോ? ഉമ്മൻചാണ്ടി പറഞ്ഞു. അയാൾ പറയത്തില്ലടൂ. അതാണ് നിങ്ങളും അയാളും തമ്മിലുള്ള വ്യത്യാസം. അയാൾ ഡീസന്റ് മനുഷ്യൻ. അത്ര ആരോപണങ്ങളും കാര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിനെതിരെ വന്നപ്പോൾ ഒരു അക്ഷരം പോലും മിണ്ടാതെ അവിടെ ഇരുന്നു. അവസാനം മരിക്കുന്നതിന് അതായത് 1-2 മാസം മുമ്പ് ആ CBI റിപ്പോർട്ട് വന്ന് അദ്ദേഹം നിരപരാധിയായി തെളിയുകയും ചെയ്തു. തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ റിപ്പോർട്ട് ഇരുന്ന് മൊത്തം വായിക്കുകയും ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഗണേഷ് കുമാർ നൈസായിട്ട് കോൺഗ്രസിലോട്ടൊക്കെ ഒന്ന് പോകാൻ നോക്കിയായിരുന്നു. ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടും ഷാഫിയും കൂടെ വലിച്ചു കയറിയായിരുന്നു ഇവനെ അടിപ്പിക്കത്തില്ലെന്നും പറഞ്ഞ്. അതങ്ങൊക്കെ ഉണ്ട്. എന്നിട്ട് എൻ്റെ LDFന്റെ കൂടെ നിൽക്കത്തുള്ളൂ. നാണം കെട്ടവൻ. അങ്ങനെ പറയൂ. ഞാൻ ഉമ്മൻചാണ്ടിയെ ചതിച്ചു. ഞാൻ എന്ത് കഴിക്കാനാണ് ഉമ്മൻചാണ്ടിയല്ലേ എന്നെ ചതിച്ചത്? ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടാണ് എന്റെ മന്ത്രിസ്ഥാനം 2003 രാജിവെപ്പിച്ചത്? ഞാൻ ഏത് കുറ്റമാണ് ചെയ്തത്? എന്റെ പേരിൽ ഏത് കേസാണുള്ളത് ഈ നാട്ടിൽ? സത്യസന്ധമായി ഞാൻ ജീവിച്ചതാണോ? നെല്ലിയാമ്പേതയെ പോലെ വനഭൂമി പതിച്ചു കൊടുക്കാൻ തയ്യാറാവാത്തതുകൊണ്ടാണോ ഞാൻ രാജിവെച്ചത്? ഒരു കുടുംബ വഴക്കിന് മന്ത്രിയെ രാജിവെപ്പിച്ചേച്ച് തിരിച്ചെടുക്കാം എന്ന് പറഞ്ഞ് നടന്ന് പറ്റിച്ചിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പറഞ്ഞാൽ കൊള്ളാം. അതൊന്നും പറയരുത്. ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞില്ലല്ലോ ഞാൻ അദ്ദേഹത്തെ ചതിച്ചെന്നോ ദ്രോഹിച്ചെന്നോ ഒന്നും അദ്ദേഹം പറഞ്ഞില്ല. ആരോടെങ്കിലും പറയുന്നുണ്ടോ? നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ ഇറങ്ങിയിരിക്കുക. ആരാണ്ട് പറയുന്നത് കേട്ടുകൊണ്ട് കൂലി തല്ലുകാരനായിട്ട് ഇറങ്ങരുത്. ഇറങ്ങിയാൽ പലതും പറയേണ്ടി വരും. പറയിക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാന്യമായിട്ട് ഞാൻ പറയാണ്, അത് പറയിക്കണ്ട. ഇത് പറഞ്ഞതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴും ഇവൻ്റെ ഭാര്യ രംഗത്ത് വന്നിട്ട് ഇവന് 18ന്റെ പണി കൊടുത്തത്. പിന്നെ അവരും വാക്ക് മാറ്റി. അത് വേറെ ഒന്നും കൊണ്ടല്ല. അവരുടെ ഇപ്പോൾ കള്ളത്തരങ്ങളും കാര്യങ്ങളും ആക്കി ഇവൻ പുറത്തു വിടുമെന്ന് അവരെയും ഭീഷണിപ്പെടുത്തി. രണ്ടും കണക്കായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ചേരേണ്ടവർ തന്നെ ചേർന്നത്. അതുകൊണ്ട് മണ്ടരാവുന്നവരാ ഇവിടുത്തെ ജനങ്ങളും. എന്തായാലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട് ജനങ്ങളെ? നിങ്ങൾ തന്നെ പറ. ഓക്കെ, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ലവ് യു.